തിരുവനന്തപുരം ശ്രീകാര്യത്ത് അവിടെയുമുണ്ട് ഇതുപോലുള്ള ഒരു സംഭവം. 2500 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അസം സ്വദേശികൾ പിടിയിലായെന്നാണ് വാർത്ത. നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ചെറിയ പാൻ ഷോപ്പുകൾ നടത്തിയായിരുന്നു ഈ ലഹരി വിൽപ്പന എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അജീഷ് ജയകുമാർ അതിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നു. അജീഷ്, ഇതെന്താണ് 2500 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. ഈ പാൻ ഷോപ്പുകളിലൊക്കെ തന്നെ നേരത്തെ നിരീക്ഷണത്തിലായിരുന്നോ എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ? പ്രജൻ, ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി എക്സൈസ് സ്പെഷ്യൽ കോഡ് നടത്തിയ പരിശോധനയിലാണ് ശ്രീകാര്യത്തിൽ നിന്ന് 2500 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുള്ളത്. അസം സ്വദേശികളാണ് പിടിയിലായത്. അസം സ്വദേശിയായ മുഹമ്മദ് മജാറുൾ, ഇയാളുടെ സഹായിയായിട്ടുള്ള ഹാറൂൺ റഷീദ്, ഇവർ രണ്ടുപേരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇവർ ബംഗളൂരുവിൽ നിന്നും വൻതോതിൽ ഈ നിരോധിത പുകയില വാങ്ങി കേരളത്തിൽ വിറ്റഴിക്കുന്നതായിരുന്നു. ഒരു ശ്രീകാര്യം മണിവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 2 നില കെട്ടിടം വീട് വാടകയ്ക്കെടുത്ത് അവിടെയായിരുന്നു ഈ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇവർ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ഈ പാൻ ഷോപ്പുകൾ നടത്തിയിരുന്നു. അതുവഴിയായിരുന്നു ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത്. സ്കൂൾ കുട്ടികളെയും മറ്റുമായിരുന്നു ഇവർ വിൽപ്പനയ്ക്കായി ആശ്രയിച്ചിരുന്നത്. ഇവിടെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് 2500 കിലോ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പിഴയും ചുമത്തിയിട്ടുണ്ട്. യെസ്, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.